വിശദമായ വാർത്തകളിലേക്ക് പോകുന്നു. ബി.ജെ.പിയെ വീണ്ടും വെട്ടിലാക്കി ഒ രാജഗോപാൽ എം.എൽ.എ. കർഷക നിയമത്തിനെതിരായ പ്രമേയത്തെ ഒ രാജഗോപാൽ പിന്തുണച്ചു. സഭയുടെ പൊതു അഭിപ്രായം മാനിച്ചാണ് നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ കർഷക നിയമത്തെ എതിർക്കുന്നില്ലെന്നും ഒ രാജഗോപാൽ പറഞ്ഞു. ഇതിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം മറ്റ് ഉള്ള നിലയ്ക്ക് എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള എല്ലാം കൂടി സമഗ്രമായിട്ടുള്ള റെസൊല്യൂഷനും ഞാൻ പിന്തുണയ്ക്കും. കാരണം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിന് സ്റ്റേറ്റിൽ നിന്ന് ഞാൻ ബി.ജെ.പിക്കാരനേക്കാൾ ഞാൻ എതിർക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഓപ്പോസ് ചെയ്തു. എതിർക്കാത്തത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നാട്ടുകാരറിയേണ്ട കാര്യമില്ല. കാരണം പൊതുവെ ജനറൽ കോൺസെൻസസ് നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ളതാണ്. ആ നിലപാട് ഞാൻ സ്വീകരിച്ചു. അത് ഡെമോക്രാറ്റിക് സ്പിരിറ്റ് ആണെന്നാണ് എൻ്റെ വ്യാഖ്യാനം. ഈ പ്രമേയത്തെ എതിർക്കുന്നോ അനുകൂലിക്കുന്നു? അതെ, ഞാൻ ഈ പ്രമേയത്തിനെ അനുകൂലിച്ചു. തീർന്നില്ല. അതിൽ ആ പറയുന്ന അവരുടെ കൊണ്ടുവന്നിട്ടുള്ള ചില ആർഗ്യുമെന്റ്സിൽ ചില ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസ് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് ആ പ്രമേയം നമ്മളെ സബ്സ്റ്റൻസിൽ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പ്രമേയത്തെ അനുകൂലിക്കുന്നു, നിയമത്തെ എതിർക്കുന്നു. നിയമത്തിന് എന്നുള്ളത് അതിന്റെ വ്യാഖ്യാനത്തിന്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, ബി.ജെ.പി വീണ്ടും വെട്ടിലാക്കി ഒ രാജഗോപാൽ എം.എൽ.എ. എത്തിയിരിക്കുന്നു. അദ്ദേഹം നിയമസഭയിൽ ഇന്ന് ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ അദ്ദേഹം കാര്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. പ്രമേയത്തിലെ ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളോട് എതിർപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വോട്ടെടുപ്പ് ആവശ്യപ്പെടുന്നില്ല. പിന്നീട് മീഡിയ റൂമിൽ വാർത്താസമ്മേളനം നടത്തിയാണ് പ്രമേയത്തെ താൻ അനുകൂലിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്താണ് വിശദാംശങ്ങൾ? ലല്ലു, കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രമേയം കൊണ്ടുവന്ന് ഏകണ്ഠമായി പാസ്സാക്കാനാണ് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ആഗ്രഹിച്ചത്. അപ്പോഴും ബി.ജെ.പി അംഗം ഒ രാജഗോപാലിന്റെ നിലപാട് അതിന് വിരുദ്ധമായി തീരും. അതുകൊണ്ട് ഏകണ്ഠമായി പ്രമേയം പാസ്സാക്കാനാകില്ല എന്നൊരു വിലയിരുത്തലാണ് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷത്തിനും ഉണ്ടായിരുന്നത്. ഇന്ന് സഭയിൽ പ്രമേയത്തിന് ചർച്ച നടക്കുമ്പോഴും പ്രമേയത്തിന്റെ ഉള്ളടക്കത്തെ കാര്യമായി എതിർക്കാതെ ഒ രാജഗോപാൽ സംസാരിച്ചു. ലല്ലു സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രിക്കെതിരെ എന്ത് വിഷയത്തിലും എതിർപ്പ് ഉയർത്താനാണ് ചിലർക്ക് താല്പര്യം. അതിനോട് താൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒ രാജഗോപാൽ പ്രമേയത്തെ കാര്യമായി തള്ളിപ്പറയാതെ പ്രസംഗം അവസാനിപ്പിച്ചു. പിന്നീട് എല്ലാവരുടെയും ശ്രദ്ധ പ്രമേയം സർക്കാർ പാസ്സാക്കാൻ ശ്രമിക്കുമ്പോൾ ഒ രാജഗോപാൽ നിലപാട് എന്ത് എന്നതിലായിരുന്നു. അദ്ദേഹം വോട്ടെടുപ്പ് ആവശ്യപ്പെടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ മുൻകാലങ്ങളിൽ മറ്റു പ്രമേയങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ വരുമ്പോൾ എന്നതുപോലെ രാജഗോപാൽ ഇന്നും പ്രമേയത്തിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല. പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. ഏകണ്ഠമായാണ് പാസ്സാക്കിയെന്ന് സർക്കാർ സ്പീക്കറും അതുപോലെ പ്രതിപക്ഷവും ഒക്കെ പിന്നീട് അവകാശപ്പെടുകയും ചെയ്തു. അതങ്ങനെ തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടതും. പിന്നീട് നാടകീയമായ സംഭവവികാസം ഉണ്ടായത് സഭ പിരിഞ്ഞ ശേഷം നിയമസഭയുടെ മാധ്യമങ്ങളെ കാണാൻ മീഡിയ റൂമിൽ ഒ രാജഗോപാൽ എത്തുമ്പോഴായിരുന്നു. അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചു, ഈ പ്രമേയത്തോട് താങ്കളുടെ നിലപാടെന്താണ്? നമ്മൾ നേരത്തെ കേട്ടതാണ്. പൂർണ്ണമായും പ്രമേയത്തിന് ചില പരാമർശങ്ങൾ ഒഴികെ, ചില ആർഗ്യുമെന്റ്സ് ഒഴികെ, ചില വാദങ്ങൾ ഒഴികെ പ്രമേയത്തെ താൻ പിന്തുണയ്ക്കുന്നു. അത് നിയമസഭയുടെ വികാരമാണ്, കേരളത്തിന്റെ വികാരമാണ്. പൊതുവിഷയങ്ങളിൽ സംസ്ഥാനത്തിന്റെ വികാരത്തിനൊപ്പം താൻ നിൽക്കുന്നുവെന്ന അതീവ ഗൗരവമുള്ള നിലപാടാണ് ഒ രാജഗോപാൽ പ്രഖ്യാപിച്ചത്. നമ്മൾ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമാണ്, കേന്ദ്ര നിലപാടിന് വിരുദ്ധമായ അവരുടെ എം.എൽ.എക്ക് സംസാരിക്കാൻ കഴിയുമോ? അത് വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. താൻ പ്രമേയത്തെ എതിർക്കുന്നു, നിയമം പിൻവലിക്കണമെന്ന പ്രമേയത്തിന്റെ പ്രധാന ആവശ്യത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ ഏക എം.എൽ.എ, ജനസംഘകാലം തൊട്ട് കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മുഖമായി മാറിയ ഒ രാജഗോപാൽ പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്, ബി.ജെ.പി എന്ന പാർട്ടിക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. എങ്ങനെ അതിനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി കാണേണ്ടത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇടുക്കിയിൽ വാർത്താസമ്മേളനം നടത്തി ഈ കാർഷിക നിയമത്തിനെതിരെ നിൽക്കുന്ന സംസ്ഥാന നിലപാട്, സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിൻ്റെ ഭരണപക്ഷത്തെ നിലപാടിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഒ രാജഗോപാൽ നിയമസഭയിൽ ഈ പ്രമേയത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്നിട്ട് മീഡിയ റൂമിൽ മാധ്യമപ്രവർത്തകരെ കണ്ട് താൻ ഈ പ്രമേയത്തെ അനുകൂലിക്കുന്നു എന്ന നിലപാട് ആവർത്തിക്കുന്നു. തീർച്ചയായും വരും ദിവസങ്ങളിൽ ബി.ജെ.പി സംബന്ധിച്ച് ഇത് പ്രതിരോധിക്കുന്നത് വളരെ വിഷമകരമാകും എന്നത് ഉറപ്പാണ്. മാത്രമല്ല, സർക്കാരിനെ സംബന്ധിച്ച് ഈ പ്രമേയം ഏകകണ്ഠമായി പാസ്സാക്കാൻ കഴിയുന്നു. ബി.ജെ.പിയുടെ ഏക എം.എൽ.എ ഈ പ്രമേയത്തെ അനുകൂലിക്കുന്നു എന്നതും ഒരു വലിയ നേട്ടം തന്നെയല്ല.
തീർച്ചയായും സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാരിലുള്ള പ്രമേയങ്ങൾ ഏകണ്ഠമായ നിയമസഭ ഇതിനു മുമ്പും പാസ്സാക്കിയിട്ടുണ്ട്. നോട്ട് നിരോധന നിയമമാകട്ടെ, ആ സമയത്തുണ്ടായ പ്രമേയമാകട്ടെ, അല്ലെങ്കിൽ അതിനുശേഷം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന നിയമസഭ പ്രമേയം കൊണ്ടുവന്നപ്പോഴാകട്ടെ രാജഗോപാൽ വോട്ടെടുപ്പ് ആവശ്യപ്പെടുകയോ എതിർത്ത് വോട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിലും ആരും അസ്വാഭാവികത കണ്ടില്ല. കാരണം നിയമസഭാ നടപടികളിൽ അത്ര സജീവമായി ഇടപെടുന്ന ഒരാളല്ല ഒ രാജഗോപാൽ. അതിൻ്റെ പ്രായം അതിന് തടസ്സമാണ് എന്നൊക്കെ BJP നേതാക്കൾ തന്നെ വിശദീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് അതിനപ്പുറത്തേക്ക് കടന്ന നിലപാട് അദ്ദേഹം നിയമസഭയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ സ്വീകരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ വാദങ്ങളെ, BJPയുടെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ നിയമങ്ങൾ പിൻവലിക്കപ്പെടേണ്ടതാണെന്ന സംസ്ഥാനത്തിൻ്റെ പ്രമേയത്തെ പൂർണ്ണമായും പിന്താങ്ങുക അദ്ദേഹം ചെയ്തത്. ഈ പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ച സഭ പാസാക്കിയ പ്രമേയത്തിൽ ഏറ്റവും അവസാനം പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്. നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മേൽപ്രതിപാദിച്ച വസ്തുത കണക്കിലെടുത്ത് രാജ്യത്തിന് നട്ടെല്ലായ കർഷകർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ 3 വിവാദ നിയമങ്ങളും റദ്ദാക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് കേരള നിയമസഭ പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അതിനെയാണ് BJPയുടെ ഏക MLA പിന്തുണച്ചത്. പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന വലിയ വിമർശനം നിയമസഭയിൽ അടക്കമെന്ന് പ്രതിപക്ഷം ഉന്നയിച്ചു. രാജ്യമാകെ ശ്രദ്ധിക്കുന്ന സമരമാണ്. രാജ്യമാകെ ഉയർന്നു വരുന്ന പ്രധാന വിമർശനവും 36 ദിവസം ഈ സമരം പിന്നിടുമ്പോഴും നിയമം വന്ന് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി കർഷകരോട് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. ചർച്ചയോട് പ്രധാനമന്ത്രി മുഖം തിരിച്ചു നിൽക്കുന്നു. ആ വിമർശനത്തെ ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്യവുമായി കൂട്ടിച്ചേർക്കണം. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന അത്തരം നിലപാടുകളോട് യോജിപ്പില്ല. ചർച്ചയാകണം. ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തെ അതാണ്. ജനാധിപത്യ രീതി അനുസരിച്ചാണ് താനും ഇത്തരം വിമർശനങ്ങളോട് അല്ലെങ്കിൽ ഇത്തരം നിലപാടെടുത്തത്. ചർച്ചയാകണം, സമവായമുണ്ടാകണം എന്ന അഭിപ്രായം തുറന്നു പറയുമ്പോൾ അത് ആർക്ക് നേരെയുള്ള ഒളിയമ്പാണ്, ആർക്ക് നേരെയുള്ള വിമർശനമാണെന്ന ചോദ്യം കൂടി ഉയർന്നു വരും. ഭരണപക്ഷം സ്വാഭാവികമായും വലിയ രീതിയിൽ, ഭരണപക്ഷവും പ്രതിപക്ഷവും വലിയ രീതിയിൽ രാജഗോപാൽ നിലപാട് അവർക്ക് അനുകൂലമെന്ന് പ്രഖ്യാപിക്കും. BJP സർക്കാർ നിയമം തിരുത്തണം, പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ വരുമ്പോൾ BJPയുടെ ഒരു MLA അതിലോട് ചെയ്ത നിലപാട് കൂടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. അത് സംസ്ഥാനത്തെ BJPക്ക് മാത്രമല്ല, കേന്ദ്ര BJPയുടെ നേതൃത്വത്തിന് സർക്കാർ തന്നെ വലിയ തിരിച്ചടി തന്നെയാണ്. BJP നേതാക്കളുടെ ഈ ഒ രാജഗോപാലിന്റെ ഇന്നത്തെ ഈ ഒരു നീക്കത്തെക്കുറിച്ച്, ഒ രാജഗോപാലിന്റെ ഇന്നത്തെ നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സ്വാഭാവികമായി BJP കേന്ദ്രങ്ങൾക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് പൊതുവിൽ പറയാൻ കഴിയുക. കാരണം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറഞ്ഞത് പഠിച്ചിട്ട് പറയാം എന്നാണ്. ഏതായാലും നമുക്ക് ഒ രാജഗോപാലിന്റെ ഇന്നത്തെ മാധ്യമപ്രവർത്തനം കണ്ട ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഒന്നുകൂടി കാണാം. ഇതിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം മറ്റ് ഉള്ള നിലയ്ക്ക് എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള എല്ലാം കൂടി സമഗ്രമായിട്ടുള്ള റെസൊല്യൂഷനിൽ ഞാൻ പിന്തുണയ്ക്കുന്നു. കാരണം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിന് സ്റ്റേറ്റിൽ നിന്ന് ഞാൻ BJPക്കാരനേക്കാൾ ഞാൻ എതിർക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഓപ്പോസ് ചെയ്തു. എതിർക്കാത്തത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നാട്ടുകാരറിയേണ്ട കാര്യമില്ല. കാരണം പൊതുവെ ജനറൽ കോൺസെൻസസ് നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ളതാണ്. ആ നിലപാട് ഞാൻ സ്വീകരിച്ചു. ഡെമോക്രാറ്റിക് സ്പിരിറ്റ് ആണെന്നാണ് എൻ്റെ വ്യാഖ്യാനം. വ്യക്തമായി ചോദിച്ചോട്ടെ, അങ്ങ് ഈ പ്രമേയത്തെ എതിർക്കുന്നോ അനുകൂലിക്കുന്നു? അതെ, ഞാൻ ഈ പ്രമേയത്തിനെ അനുകൂലിച്ചു. തീർന്നില്ല. അതിൽ അവരുടെ കൊണ്ടുവന്നിട്ടുള്ള ചില ആർഗ്യുമെന്റ്സിൽ ചില ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസ് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് ആ പ്രമേയം നമ്മുടെ സബ്സ്റ്റൻസിൽ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പ്രമേയത്തെ അനുകൂലിക്കുന്നു, നിയമത്തെ എതിർക്കുന്നു. നിയമത്തിന് എന്നുള്ളത് അതിന്റെ വ്യാഖ്യാനത്തിൽ ഇതിൽ തീർച്ചയായും നിയമസഭയുടെ പ്രമേയത്തെ അനുകൂലിക്കുന്നു എന്ന് ഒ രാജഗോപാൽ പറഞ്ഞിരിക്കുന്നു. BJP പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കേരളത്തിലെ ഏക BJP MLA രംഗത്തെത്തിയിരിക്കുകയാണ്. ഏതായാലും ഒ രാജഗോപാൽ പറഞ്ഞത് എന്താണെന്ന് പരിശോധിച്ച ശേഷം പാർട്ടി നിലപാട് വ്യക്തമാക്കും എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇടുക്കിയിൽ പറഞ്ഞത്. പാർട്ടിയിൽ ഭിന്നതയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്താണ് പറഞ്ഞതെന്ന് പരിശോധിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഇതിനുള്ളിൽ രണ്ടഭിപ്രായം നിലനിൽക്കുന്നുണ്ടോ പാർട്ടി? നിങ്ങളിപ്പോ ഉടനെ വന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ രണ്ടഭിപ്രായമുള്ളത്? പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും എടുത്ത ഒരു നിയമത്തെ സംബന്ധിച്ച് രണ്ടഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഞാൻ പറഞ്ഞത്? പക്ഷേ BJPയുടെ നിയമസഭാ കക്ഷി അതെ, അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് പരിശോധിച്ചിട്ട് ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് പരിശോധിച്ച് അതിനുള്ള നിലപാട് വെക്കും. ഒ രാജഗോപാൽ എന്താണ് പറഞ്ഞത് എന്ന് പരിശോധിച്ച ശേഷം പാർട്ടി നിലപാട് വ്യക്തമാക്കാമെന്ന് BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇടുക്കിയിൽ പറഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 വിവാദ കർഷക നിയമങ്ങളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം നിയമസഭ പാസാക്കി. രാജ്യത്തെ കർഷക സമരത്തെ ഐതിഹാസികമെന്ന പ്രമേയം വിശേഷിപ്പിക്കുന്നു. കർഷക പ്രക്ഷോഭം തുടർന്നാൽ കേരളം പട്ടിണിയിലാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കർഷകരെ അവരുടെ ജീവൽ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് സമരം ചെയ്യുന്നത്. അവരോട്
നിരുപാധികം ചർച്ച ചെയ്യാനുള്ള ബാധ്യത സാധാരണഗതിയിൽ സർക്കാരിനുള്ളതാണ്. ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തുന്നത് ഒരു നിബന്ധനയായി കാണാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ മുൻവിധിയും നിബന്ധനകളും ആരുടെ ഭാഗത്തു നിന്നാണെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞതാണ്. സമരം നിർത്തണമെന്ന നിബന്ധന വെക്കാതെ കർഷകരുടെ ജീവൽ പ്രശ്നങ്ങളെ പറ്റിയുള്ള ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ കർഷകർ ഉന്നയിക്കുന്ന യഥാർത്ഥ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് പരിഹരിക്കുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. കർഷക നിയമം സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഭരണ പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. എന്നാൽ പ്രധാനമന്ത്രി കർഷകരുമായി നേരിട്ട് ചർച്ച നടത്തണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ഭേദഗതി നിയമസഭ വോട്ടിനിട്ട് തള്ളി. തുടർച്ചയായി പ്രത്യേകിച്ചും നിയമനിർമ്മാണ സഭകളിൽ വേണ്ടത്ര ചർച്ച നടത്തുവാൻ അവസരം നിഷേധിച്ചു. സഭാ നടപടിച്ചട്ടങ്ങൾ പ്രകാരം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പരിശോധനയ്ക്ക് അയക്കാതെയും പാസാക്കിയ വിവാദമായ കാർഷിക നിയമങ്ങൾ റദ്ദ് ചെയ്യണമെന്ന കർഷകരുടെ ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ബാധ്യസ്ഥമാണെന്ന് ഈ സഭ കരുതുന്നു. ഈ വിവാദ നിയമങ്ങൾ കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവില സംവിധാനം ഇല്ലാതെയാക്കുമെന്നും കരാർ കൃഷിക്ക് നിയമം വഴിയൊരുക്കുമെന്നും പാവപ്പെട്ട കർഷകർ ചൂഷണ വിധേയരാകുമെന്നുള്ള കൃഷിക്കാരുടെ ഭയപ്പാട് പൂർണ്ണമായും ന്യായീകരിക്കത്തക്കതാണ്. വിവാദ നിയമങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കിയത് സെപ്റ്റംബർ 20-നാണ്. അതായത് 100 ദിവസം മുമ്പ്. ഇത്രയും വൈകി ഈ സഭ ചർച്ച ചെയ്യുമ്പോഴും ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കി പിരിയുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് ഈ കേന്ദ്ര നിയമം റദ്ദാക്കാനുള്ള നിയമം കൊണ്ടുവന്ന് പാസ്സാക്കണമായിരുന്നു. അതിന് 1 മണിക്കൂറല്ല, 1 ദിവസം ഇരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ലാഘവബുദ്ധിയോടുകൂടി ലഭിച്ച് പിന്മാറുകയാണ് സർ. ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റുള്ള കൊമേഴ്സ് മന്ത്രാലയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് പുതിയ കാർഷിക നിയമം കേന്ദ്ര സർക്കാർ കോലാഹലങ്ങൾക്കിടയിൽ ചർച്ചയില്ലാതെ ശബ്ദ വോട്ടോടെ പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുത്തത്. പക്ഷേ സംസ്ഥാന വിഷയമായ കൃഷിയുടെ അടിസ്ഥാന ഘടകങ്ങളായ കാർഷികോൽപാദനം, വിളകളുടെ സംഭരണം എന്നിവയെ കരാർ കൃഷിയുടെ ചട്ടക്കൂട്ടിൽപ്പെടുത്തി പൂർണ്ണമായും കേന്ദ്ര നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നിയമസഭയിൽ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തിയ ദിവസമായിരുന്നു ഇന്ന്. സഭ വിളിച്ചു ചേർക്കാൻ സർക്കാർ ഗവർണറുടെ കാല് പിടിക്കേണ്ടിയിരുന്നില്ല എന്ന് കെ സി ജോസഫ് പറഞ്ഞു. ഭൂരിപക്ഷമുള്ള സർക്കാർ ശുപാർശ ചെയ്താൽ സഭ വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ ഗവർണർക്ക് വിവേചനാധികാരം ഇല്ലെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ സഹായം, ഉപദേശം, അതുപ്രകാരം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഗവർണർ എന്ന നിലക്കുള്ള ഉത്തരവാദിത്വം, ഭരണഘടനാദത്തമായ കടമകൾ, ചുമതലകൾ ഇതൊക്കെ നിർവഹിക്കാൻ എല്ലാ പിന്തുണയും നൽകാൻ സർക്കാർ ബാധ്യസ്ഥവുമാണ്. ഗവർണർക്ക് വിവേചനാധികാരമുള്ളത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ്. എല്ലാ കാര്യത്തിലും വിവേചനാധികാരം ഗവർണർക്കില്ല. ഇപ്പോൾ നിയമസഭ വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ അനുച്ഛേദം 174 പ്രകാരം ഭൂരിപക്ഷമുള്ള സർക്കാർ ശുപാർശ ചെയ്താൽ അവിടെ ഒരു വിവേചനാധികാരവും പ്രയോഗിക്കാൻ കഴിയും. ഈ നമ്മുടെ ആദ്യഘട്ടത്തിൽ സഭ ചേരാൻ വേണ്ടിയുള്ള ശുപാർശ അംഗീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വേറൊരു സംശയമില്ലാത്തതുകൊണ്ട് മറ്റു തരത്തിലുള്ള ഒരു നടപടിയിലേക്കും നമ്മൾ കടന്നില്ല. സർ, ഈ സഭ നേരത്തെ ചേരാനിരുന്നത് ഈ മാസം 23-നാണ്. ഭരണഘടനാ പ്രകാരം ക്യാബിനറ്റ് ശുപാർശ ചെയ്ത് അയച്ച ആ നിർദ്ദേശം ഗവർണർ നിരാകരിച്ചത് ജനാധിപത്യത്തോടുള്ള, ഭരണഘടനയോടുള്ള വലിയ വെല്ലുവിളിയും അവഗണനയുമാണ്. സർ, നമ്മുടെ പാർലമെൻ്ററി നടപടിക്രമത്തിൽ സഭയിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ക്യാബിനറ്റ്
അസംബ്ലി എടുക്കാൻ ശുപാർശ ചെയ്താൽ ഗവർണറിന് മുമ്പിൽ മറ്റ് യാതൊരു ഓപ്ഷനുമില്ല. അദ്ദേഹം മറ്റെന്തോ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇല്ലാത്ത ഈ എക്സീഡ് ദ ലിമിറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ് പ്രസിഡന്റ് ഗവർണർ ആ സഭ വിളിച്ച് തയ്യാറാകാതിരുന്നത് നിർഭാഗ്യകരമാണ്, പ്രതിഷേധാർഹമാണ്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ഗവർണർ നടപടിയോടുള്ള ഗവൺമെൻറ് പ്രതികരണമാണ് സർ. വളരെ ഒരു മൈൽഡായ പ്രതികരണം. ഞാൻ ഗവർണറുമായി സംഘർഷമൊന്നും പറയില്ല, വളരെ മൈൽഡായ പ്രതികരണം. സാറേ, ഇതാണോ ചെയ്യേണ്ടത്? ഭരണഘടനാപരമായുള്ള അവകാശത്തെ ലംഘിക്കാൻ ഗവർണർ തയ്യാറായപ്പോൾ ശക്തമായി പ്രതിഷേധിക്കേണ്ടതായിരുന്നു സർ. അതിന് പകരം രണ്ടാമത് ശുപാർശ ചെയ്ത് 2 മന്ത്രിമാരെ ക്രിസ്മസ് കേക്കുമായി രാജ്ഭവനിലേക്ക് അയച്ച് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് അസംബ്ലിയുടെ ആവശ്യമുണ്ടായിരുന്നു. അരുൺ വീണ്ടും ചേരുകയാണ്. അരുൺ, ഏതായാലും ഏക BJP MLA പിന്തുണയോടുകൂടി ഈ പ്രമേയം ഏകകണ്ഠമായി നിയമസഭ പാസ്സാക്കിയിരിക്കുന്നു. മാത്രമല്ല, ഗവർണർക്കെതിരെ ഭരണ പ്രതിപക്ഷങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ വിമർശനങ്ങൾ എല്ലാ കക്ഷി നേതാക്കളും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഒരേ സ്വരം തന്നെയായിരുന്നു. ഗവർണർക്കെതിരെ ഈ ഉണ്ടായ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ വിവാദമുണ്ടായ സമയത്തൊന്നും മുഖ്യമന്ത്രി കാര്യമായൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഇന്ന് വളരെ കൃത്യമായി ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയും നിലപാടെടുത്തു, അല്ലേ? തീർച്ചയായും ഗവർണർക്കെതിരെ സർക്കാർ നിലപാട് ആവർത്തിച്ചു. ഗവർണറുടെ വിവേചനാധികാരമുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ സഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള മന്ത്രിസഭയുടെ അധികാരം, സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം, അതിനെ മറികടക്കാനുള്ള വിവേചനാധികാരം ഗവർണർക്കില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി ഇന്നും സഭയിലും പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷത്തിന് അത് മാത്രം പോരായിരുന്നു. ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ നിലപാടെടുക്കണമായിരുന്നുവെന്ന് KC ജോസഫ് വ്യക്തമാക്കി. നേരത്തെ PC ജോർജും ഈ വിഷയത്തിൽ സഭ സമ്മേളിക്കാൻ ഗവർണർ അനുമതി നൽകിയില്ലെങ്കിൽ MLA-മാരുടെ യോഗം വിളിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കുണ്ട്. ശങ്കരനാരായണ തമ്പി ഹാളിൽ MLA-മാരുടെ യോഗം വിളിച്ച് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് അറിയിക്കണമായിരുന്നുവെന്ന് PC ജോർജ് പറഞ്ഞുവെങ്കിലും മുഖ്യമന്ത്രി ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെ PC ജോർജ് അഭിനന്ദിച്ചു. ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലിന് പോകാതെ സഭാ സമ്മേളനം സാധ്യമാക്കിയതിൽ മുഖ്യമന്ത്രിയെ PC ജോർജ് അഭിനന്ദിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണറുടെ നിലപാടിലുള്ള ശക്തമായ എതിർപ്പ് കൃത്യമായി തന്നെ ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം സഭ സമ്മേളിച്ച് MLA-മാരുടെ അഭിപ്രായം പ്രമേയത്തിലൂടെ കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അതിനാണ് നിയമ സാധുതയുള്ളത്. ആ നിലപാടിലേക്കാണ് സംസ്ഥാന സർക്കാർ പോയത്. അതുകൊണ്ടാണ് അത്തരമൊരു ഏറ്റുമുട്ടലിലേക്ക് പോകാത്തത്. ഗവർണർ ആദ്യഘട്ടത്തിൽ സഭാ സമ്മേളനത്തിന് അനുമതി നൽകാതിരുന്നപ്പോൾ വീണ്ടും മന്ത്രിസഭ ചേർന്ന സഭാ സമ്മേളനത്തിന് അനുമതി നൽകണമെന്ന ശുപാർശ ഗവർണർക്ക് സമർപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണറെ മന്ത്രിമാർ കണ്ട് കാര്യങ്ങൾ പറയുകയാണ്. അത് മന്ത്രിമാർ കാലുപിടിച്ചു എന്ന വ്യാഖ്യാനത്തിലേക്ക് എന്തുകൊണ്ട് KCS പോയി എന്ന് കേന്ദ്രം സഖ്യ കാർഷിക നിയമത്തിനെതിരെ അല്ലെങ്കിൽ നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയമസഭയുടെ പ്രമേയം ഏകകണ്ഠമായി സഭ പാസ്സാക്കിയിരിക്കുന്നു. BJP MLA O രാജഗോപാലും പ്രമേയത്തെ അനുകൂലിച്ചു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തകളിൽ ഒന്ന്. ഏതായാലും ഒരു ഇടവേളയിലേക്ക് പോകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.newseighteen.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. കായിക വാർത്ത. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ടീമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ക്രിക്കറ്റ് താരം ശ്രീശാന്ത്. കടന്നുപോയ പ്രതിസന്ധികളെക്കുറിച്ചും പുത്തൻ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നും ശ്രീശാന്ത് ന്യൂസ് 18 പങ്കുവയ്ക്കുന്നു. ശരണ്യ സ്നേഹൻ്റെ റിപ്പോർട്ട്. വലിയ വലിയ സന്തോഷങ്ങളിൽ നിന്ന് പിന്നീട് അതിസങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുവരിക, പിന്നീട് വീണ്ടും ആ വിജയത്തിലേക്ക് നടന്നെടുക്കുക. മറ്റാരുമല്ല, ശ്രീശാന്താണ് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ പുതുവർഷത്തിലെ വിജയപ്രതീക്ഷകളും ജീവിതാനുഭവങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യം വലിയ സന്തോഷം, പിന്നീട് വലിയ പ്രതിസന്ധികൾ, ഇപ്പോൾ വീണ്ടും ഗ്രൗണ്ടിലേക്ക്. എന്ത് തോന്നുന്നു? ഇത് ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് ആക്ച്വലി. ഞാൻ അധികം മീഡിയയോടും സംസാരിക്കേണ്ടത് ഒരു ഡെബ്യൂ അല്ല പോലെ. അതും എനിക്കൊരു സഞ്ജു ഡെബ്യൂ ചെയ്തപ്പം എൻ്റെ കീഴിലായിരുന്നു ക്യാപ്റ്റൻസിയിൽ 2ലും, എനിക്കൊരു T20-ലും മറ്റേ അതെ. അപ്പം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ബ്ലെസ്സിങ് തന്നെയാണ് തീർച്ചയായിട്ടും. ഇത്രയും പഴയ ഇറ്റ്സ് പാസ്റ്റ്, പക്ഷെ തീർച്ചയായിട്ടും അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും പേഷ്യൻസോടുകൂടി, അത് മാത്രമല്ല ഫുൾ ഫാമിലി, ബിഗസ്റ്റ് താങ്ക് യു പറയേണ്ടത് ശരിക്കും എൻ്റെ ഫാമിലിയോടാണ്. കാരണം അച്ഛനമ്മ, ചേട്ടൻ, ചേച്ചിമാരും, അളിയനും, പിന്നെ എസ്പെഷ്യലി മൈ വൈഫ് ആൻഡ് വൈഫ്സ് ഫാമിലി, കംപ്ലീറ്റ് ഫാമിലി. കാരണം ആ ടൈമിൽ അങ്ങനത്തെ ഒരു ഡിസിഷൻ റിയലി കാംഡ് മീ ഡൗൺ. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടൊക്കെ കുറേയൊക്കെ ദേഷ്യപ്പെടുമായിരുന്നല്ലോ, ഒത്തിരി ഇരുത്തം വന്ന പോലെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇല്ല, എക്സ്പീരിയൻസ് ലൈഫിൽ എനിക്ക് തോന്നുന്നു ബിഗസ്റ്റ് ഗിഫ്റ്റ് ശരിക്കും അച്ഛനും. ഈ 7 വർഷത്തിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടൈം ഞാൻ വീട്ടിൽ സ്പെൻഡ് ചെയ്തത്.
അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇപ്പോൾ വൈഫാണെങ്കിലും വൈഫ് എനിക്ക് തോന്നുന്നു എന്നെക്കാളും ഒരു 50 വർഷം മോർ മെച്യൂർഡ് ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്രയും സ്ട്രെങ്ത്ത് അമ്മ, അച്ഛൻ, ചേച്ചി, ഇപ്പം എൻ്റെ നെഫ്യൂ, നീസ് വരെ അവർ തന്നെ ഓരോ കാര്യങ്ങൾ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം എന്നെക്കാളും സ്ട്രെങ്ത് ശരിക്കും ഈവൻ ദേ നീഡഡ് എ ലോട്ട് ഓഫ് സ്ട്രെങ്ത്. പിന്നെ എല്ലാ മലയാളികളും ലോകത്ത് ഇവിടെ കാണുന്നവരോടൊക്കെ സോറി. ഇന്ന് തൊട്ടൊരു എന്താ പറയുക ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. കുറേ ആളുകൾ പലതും പറഞ്ഞുകൊണ്ട് അവരോടൊക്കെ ഒരു മറുപടി പറയുന്നൊരു അവസരമാണ് അങ്ങനെ. അപ്പം അന്ന് വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ഞാനൊരു മലയാളി, ഞങ്ങൾ അവിടെ നിന്നാണ്. പക്ഷേ ആ പ്രശ്നങ്ങൾ വന്ന് അക്യൂസേഷൻ ആണെങ്കിലും ഒരു 1.5-2 വർഷം അത് കോർട്ടിൽ സമയമെടുത്തു. അപ്പം എന്താ പറയുക, അപ്പോഴവരും എല്ലാവരും ആ ഒരു കേരള സ്റ്റേറ്റിൽ ഐ ആം ഫ്രം ദി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻസിഡൻറ്റ് ഹാപ്പൻ എന്നുള്ളൊരു ഫീല്. ഇപ്പോൾ തിരിച്ചൊരു കമ്പാക്ക് വരുമ്പോൾ ദാറ്റ് ഇസ് എ സ്റ്റോറി യു ക്യാൻ സേ ഈവൻ വെൻ ദ വേൾഡ് വാസ് അഗൈൻസ്റ്റ് ദാറ്റ് പേഴ്സൺ എ മലയാളി സ്റ്റൂഡ് അപ്പ്. ഗൂഗിളാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ കോച്ച്. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരിക്കുമല്ലോ, എന്തായിരുന്നു ആ തീരുമാനം? ഞാൻ പറയാം, എൻ്റെ സീക്രട്ട് ഗോൾ രഞ്ജി ട്രോഫി ജയിക്കണം തന്നെയാണ്. അത് രഞ്ജി ട്രോഫി കൊല്ലമില്ല. സയ്യിദ് മുസ്താഖ് അലി, ഇത്ര നല്ല ടീം, സഞ്ജു ക്യാപ്റ്റൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അത് മാത്രമല്ല കുറേ നല്ല പ്ലേയേഴ്സ്, ഇപ്പോൾ സച്ചിൻ ബേബി ആണെങ്കിലും കൺസിസ്റ്റൻ്റ് പെർഫോം ചെയ്തവരാണ്. ടിനിച്ചേട്ടൻ ആസ് എ കോച്ച്, ഒരു ഫാസ്റ്റ് ബോളിംഗ് കോച്ച്. പക്ഷേ എൻ്റെ മെയിൻ ഡ്രീം ഇസ് 2023 ആ വേൾഡ് കപ്പ്. അതൊരു ഭാഗമാണ്. അതിനാണ് എന്താ പറയുന്നത്, മലയാളത്തിൽ പറയുന്ന പോലെ കച്ചകെട്ട് ഇറങ്ങുമെന്ന് പറയില്ല. ഞാൻ മൊത്തം ആ ഒരു അംഗത്തിനൊക്കെ പോണൊരു ഫീല് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാം 37 യു വിൽ ബി 38. ഞാൻ പറയും 6th ഫെബ്രുവരിയിൽ 38 ആവും. അപ്പോൾ ഞാൻ പറയാം ദാറ്റ് ഇസ് ജസ്റ്റ് നമ്പർ. നാഷണൽ ടൂർണമെൻറ്റ് ജയിച്ചിട്ടില്ല, അത് ജയിക്കാൻ പറ്റണം. ഈ പുതുവർഷമാണ്, എന്തൊക്കെ പ്രതീക്ഷകളുണ്ട്, എന്തൊക്കെ ആശംസകളാണ് ആളുകൾക്ക് നൽകാനുള്ളത്? കാരണം കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ജീവിതത്തിൽ ഇപ്പോൾ. അല്ല, എനിക്ക് എന്നെക്കാളും ഇഷ്ടമുള്ള എക്സ്പീരിയൻസ് ഉള്ള. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇതിൻ്റെ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു ബിലീഫ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റം, പിന്നെ ഒരു റൂട്ടീൻ. നമ്മളൊരു സ്ഥലത്ത് സെലക്ഷൻ കിട്ടിക്കഴിയുമ്പം മിക്ക തവണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു റൂട്ടീനുള്ളത് അതും കൂടെ അതിൽ നിന്നും കുറയും. ഒരിക്കലും നമ്മൾ ചെയ്യുന്നൊരു റൂട്ടീൻ കളയാണ്ടിരിക്കുക. നമ്മുടെ ആ ഗുഡ് ഹാബിറ്റ്സ് ഷുഡ് നെവർ ചേഞ്ച്. അപ്പം നമ്മൾ എത്ര മുകളിലെത്തിയാലും യു ഷുഡ് ആ ലേണിംഗ് പ്രോസസ്സ്. അച്ഛൻ ഇന്നലെയും കൂടെ വിളിച്ചപ്പോൾ സംസാരിച്ചത് മോനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, കീപ് ലേണിംഗ്. അപ്പം ഐ തിങ്ക് ദാറ്റ് ഇസ് എ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. കാരണം ക്രിക്കറ്റ് ഹാസ് ചേഞ്ച്ഡ്. ഒരു ഘട്ടത്തിലൊരു റിട്ടയർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ ശ്രീശാന്ത് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം വളരെ സജീവമായി മടങ്ങി വരികയാണ്. വലിയ സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും ശ്രീശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഏജ് ഒരു നമ്പർ മാത്രമാണ്. വലിയ വിജയങ്ങളും ഒപ്പം തന്നെ കേരള ടീമിൻ്റെ ഉയർച്ചയും സ്വപ്നം കണ്ടുകൊണ്ട് ശ്രീശാന്ത് നമ്മളോടൊപ്പം ഈ ഗ്രൗണ്ടിൽ കേരളത്തിന് അഭിമാനമായി, ഇന്ത്യക്ക് അഭിമാനമായി ഉണ്ട്. ശ്രീശാന്താണ് ന്യൂസ് 18 സംസാരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക. നമസ്കാരം.